ആൻഡ് വെരി വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഓൾറെഡി തന്നെ മനസ്സിലാക്കണം, തമ്മിൽ കണ്ടപ്പോൾ തന്നെ. യെസ്, കൊച്ചി ബ്രോഡ്വേന്ന് ഞാൻ വാങ്ങിച്ചിട്ടുള്ള കുറച്ച് ഡ്രസ്സസും ടോപ്പും കുറച്ച് ക്ലോത്തിങ് ഐറ്റംസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. സോ യെസ്, വിത്തൗട്ട് എനി ഫർദർ ഡു ലെറ്റ്സ് ജമ്പ് ഇൻ ദ വീഡിയോ. അതിന് മുന്നേ ആയിട്ട് ഇതൊക്കെ ഏത് കടയിൽ നിന്ന് വാങ്ങിച്ചതെന്ന് സ്ഥലം എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷേ ഈ കടയുടെ പേര് എനിക്ക് സത്യം പറഞ്ഞ ഓർമ്മയില്ല. അപ്പം ഓർമ്മയില്ലാത്ത കടകളും ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്തായാലും ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം പേര് വന്നിട്ട്. എനിക്കിപ്പോൾ പറയാനായിട്ട് ഓർമ്മ വരുന്നില്ല, എല്ലാത്തിൻ്റെയും തുടക്കവും അവസാനമൊക്കെ ഓർമ്മ വരുന്നുള്ളൂ. ഓക്കെ, അതൊരു ഡിസ്ക്ലെയിമറായിട്ട് പറയുകയാണ്. പിന്നെ വഴിയാണെങ്കിലും എനിക്ക് ഇച്ചിരി കൺഫ്യൂസിങ് ആണ്, വഴി കറക്റ്റായിട്ട് പറഞ്ഞു തരാം. ബ്രോഡ്വേ നിങ്ങൾക്ക് പോയവർക്കറിയാം, ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ വഴി പറഞ്ഞു. ഓൾറെഡി ഞാൻ ഈ വഴിയൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഇച്ചിരി മോശമാണ്. അപ്പം ഞാൻ കടയുടെ പേര് മാക്സിമം എന്തായാലും ഷെയർ ചെയ്യാൻ നോക്കാം. സോ യെസ്, വിതൗട്ട് എനി ഫർദർ ഡു ലെറ്റ്സ് ജമ്പ് ഇൻ ദ വീഡിയോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് നോർമലായിട്ട് വരുന്ന ഈ ഒരു ക്രോപ്പ് ടോപ്പ് ഉണ്ടല്ലോ. ഇപ്പം വൈറ്റ് ക്രോപ്പ് ടോപ്പ്, സ്ട്രാപ്പ് പോലെ അല്ല ഇത് വരുന്നത്, എന്നാലും സ്ലീവ്ലെസ് ആയിട്ട് വരുന്ന ഇങ്ങനത്തെ ക്രോപ്പ് ടോപ്സ് ഉണ്ടല്ലോ. ഇത്രയേ ഉള്ളൂ, ഇത് ക്രോപ്പ് ടോപ്സ് ആണ്. ഇങ്ങനെ ഇരിക്കും. അപ്പം ഇതാണ് ഇത് കറക്റ്റ്. ഈ ഒരു കട വരുന്നത്, ഈ കട നല്ല കേട്ടോ. ഞാൻ ഇതുവരെ ബ്രോഡ്വേ പോയത് വെച്ചിട്ട് അത്യാവശ്യം നല്ല കുറച്ചൊക്കെ ബാർഗെയിൻ ചെയ്ത് വില കുറച്ച് തരുന്ന നല്ല ഒരു സെക്ഷൻ ആട്ടോ ഇത്. ഞാൻ കറക്റ്റ് വഴി പറയുകയാണെങ്കിൽ എനിക്ക് അറിയത്തില്ല എങ്ങനെ പറഞ്ഞു തരണമെങ്കിലും ഞാൻ അറിയുന്ന രീതിയിൽ നിങ്ങളോട് പറയാം. വഴി വന്നിട്ട് നമ്മുടെ സിലോൺ ബേക്ക് ഹൗസ് ഉണ്ടല്ലോ, സിലോണിൻ്റെ അവിടുന്ന് ഒരു എൻട്രൻസ് ഉണ്ട്, പള്ളിയൊക്കെ ഉണ്ട് അവിടുന്ന് ഒരു എൻട്രൻസ് വരുമല്ലോ ബ്രോഡ്വേയുടെ. അവിടുന്ന് നേരെ പോകുമ്പം റൈറ്റ് സൈഡായിട്ട് സർപ്ലസിൻ്റെ ഒരു കടയുണ്ട്. കുറച്ചൊരു സർപ്ലസ് കട ഉണ്ട് റൈറ്റ് സൈഡിലായിട്ട്. അതിൻ്റെ അടുത്തായിട്ട് ഒരു നാരോ ഒരു സ്ഥലമുണ്ട്. നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, അവിടെ ഇങ്ങനെ ഡ്രസ്സ് ഹാങ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലോട്ട് പോകുകയാണെങ്കിൽ കുറേ തുണിക്കടകൾ ഇങ്ങനെ ഉണ്ട്. അപ്പം അതിൻ്റെ ഉള്ളിൽ പോയാൽ നിങ്ങൾക്ക് അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടും കേട്ടോ. ജീൻസ് ഒക്കെ ആണെങ്കിൽ 500 രൂപയ്ക്കൊക്കെ കിട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഉള്ളിൽ നിന്നൊരു കടയിൽ നിന്നാണ് ഞാനിത് വാങ്ങിച്ചത്. സോ യെസ്, ഇത് നല്ലതാണ്, ഫിറ്റിംഗ് ഓക്കെയാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഫിറ്റിങ്ങിൽ ഇത്തിരി ഒരു പ്രശ്നമുള്ള പോലെ എനിക്ക് തോന്നി. പക്ഷെ ബോഡിയുടെ ഫിറ്റിംഗ് കറക്റ്റാണ്, നല്ലതാണ്. ഇതിന് 150 രൂപയുള്ളൂ കേട്ടോ. അത്യാവശ്യം നല്ല ഒരു ബനിയൻ ടൈപ്പ് ഫാബ്രിക്കാണ് വരുന്നത്. പ്രൈസ് വൈസ് അടിപൊളിയാണ്. 150 രൂപയുള്ളൂ. 150 രൂപയ്ക്ക് നമുക്ക് ഇതിൽ കൂടുതൽ ഒന്നും പറയാൻ പറ്റില്ല, ഒരു കംപ്ലൈൻറ്റും പറയാൻ പറ്റില്ല. എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് ഈ സെയിം വൈറ്റ് ക്രോപ്പ് ടോപ്പ് വാങ്ങിച്ച ആ സെയിം ഷോപ്പിൽ നിന്ന് തന്നെയാണ്. ഇത് ജീൻസ് ആണ് വരുന്നത്. അവിടെ ഒരുപാട് ജീൻസ് ഉണ്ട് കേട്ടോ. അവിടെ ആ ഷോപ്പിൽ മാത്രമല്ല, നമ്മൾ ആ എൻട്രൻസ് ആ ഒരു സൈഡിലോട്ട് പോകുമ്പോൾ തന്നെ അവിടെ ഫുൾ ഒരുപാട് കളറിൽ ജീൻസ് ഉണ്ട് കേട്ടോ. ലൈല കളറ്, ഗ്രേ കളറ്, ബ്രൗൺ കളറ്, ബേജ് കളറ്, ബ്ലാക്ക്, എല്ലാ കളർ ജീൻസും ഉണ്ട് കേട്ടോ. പക്ഷെ സൈസ് കിട്ടാനാണ് ഏറ്റവും വലിയ പാട് വന്നിട്ട്. അത് ചോദിച്ചാൽ എല്ലാ കളറിലെ ജീൻസും അവിടെ ഉണ്ട്. ഇതൊരു നെവി ബ്ലൂ അല്ല, ഇതൊരു ഗ്രേയിൽ ഒരു ബ്ലൂ ടിൻറ്റ് വരുന്ന ഒരു കളറാണ്, ഒരു യുണീക്ക് കളറാണ്. എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു, അപ്പോൾ ഞാനിത് വാങ്ങിച്ചതാണ്. ആൻഡ് ഞാനിത് ഇട്ട് നോക്കിയായിരുന്നു. ട്രയൽ ചെയ്യാനായിട്ട് അവിടെ പോകുന്നവരോ, നിങ്ങൾ ഇനിയിപ്പോൾ ഇത് കണ്ടിട്ട് അവിടെ പോകുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ വല്ല ലെഗിൻസോ അല്ലെങ്കിൽ ടൈറ്റ് ഫിറ്റ് ജീൻസും ക്രോപ്പ് ടോപ്പൊക്കെ ഇട്ടിട്ട് പോകുന്നതായിരിക്കും നല്ലത്. കാരണം അവിടെ ട്രയൽ റൂം ഇല്ല. അപ്പോൾ ഇതുപോലത്തെ സാധനം ട്രൈ ചെയ്യണമെങ്കിൽ ലെഗിൻസോ അല്ലെങ്കിൽ സ്കിൻ ഫിറ്റ് ജീൻസോ ആണെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അല്ലാതെ ട്രയൽ റൂം ഇല്ല. അപ്പം അതൊരു കാര്യം നോട്ട് ചെയ്യണേ. അപ്പം ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയപ്പം വേസ്റ്റ് കറക്റ്റായിരുന്നു. എനിക്കിൻ്റെ ഫിറ്റിംഗ് ഒരുപാട് ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നു, അങ്ങനെ വാങ്ങിച്ചായിരുന്നു. ഇത് കളറ് കുറച്ച് യുണീക്കായിരുന്നു, പക്ഷേ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഫിറ്റിങ്ങിൽ ഞാൻ വീണുപോയി. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതായിരുന്നു. ഇതിൻ്റെ റേറ്റ് വരുന്നത് 550 ആയിരുന്നു, 550 സംതിങ് ആയിരുന്നേ. അടുത്തത് ഈ സെയിം ഷോപ്പിൽ നിന്ന് തന്നെ ഞാൻ വാങ്ങിച്ചതായിരുന്നു. അല്ല, ഈ സെയിം ഷോപ്പിൽ നിന്നല്ല, ആ എൻട്രൻസിൽ തന്നെ ഫസ്റ്റ് കാണുന്ന ഒരു കടയുണ്ട്, അവിടുന്ന് വാങ്ങിച്ചതായിരുന്നു ഇത് കണ്ടു, ഇഷ്ടപ്പെട്ടു, എടുത്തു. ആ ഒരു ടൈപ്പായിരുന്നു. എനിക്ക് അങ്ങനത്തെ ഒരു സ്പീഡായിട്ട് പർച്ചേസ് ചെയ്യുന്ന സ്വഭാവക്കാരിയല്ല ഞാൻ. ഒരു സാധനം കണ്ട് ഇഷ്ടപ്പെട്ട് വേണോ വേണ്ട എന്നൊക്കെ ആലോചിച്ച് അവസാനം മേടിക്കാതെ പോകുന്ന ഒരാളാണ് ഞാൻ കേട്ടോ. ഒരു സാധനം ഇഷ്ടപ്പെട്ട എന്നാൽ അപ്പം തന്നെ എടുക്കുകയും ചെയ്യും, ആലോചിക്കത്തില്ല. അങ്ങനെ എടുത്തായിരുന്നു. ഇത് കണ്ടു, ഇഷ്ടപ്പെട്ടു, എടുത്തു കേട്ടോ. ഇത് നോക്കുകയാണെങ്കിൽ ബ്ലാക്കിൽ ഇങ്ങനെ ഫ്ലവർ വരുന്ന പാറ്റേൺ ആണേ. ഫുള്ളിങ്ങനെ ഫ്ലവർ വരും, നല്ല ക്യൂട്ടായിട്ടുണ്ട് ഇത് കാണാനായിട്ട്. ആൻഡ് ഇതിലിങ്ങനെ ഒരു ലേസ് ഡീറ്റെയിലിങ്ങും പോകുന്നുണ്ട്. ആൻഡ് ഇതിലൊരു ബട്ടൺ ഡീറ്റെയിൽ പോകുന്നുണ്ട്, ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ ബട്ടൺസ് പോകുന്നുണ്ട്. ആക്ച്വലി അത് ഓപ്പണബിൾ ആണ് കേട്ടോ, ഫ്രണ്ട് ഓപ്പൺ ആണിത്. ഷോയ്ക്ക് വെച്ചിരിക്കുന്ന ബട്ടൺ അല്ല, നമുക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റും, നമുക്ക് തുറന്നിടാൻ ചെയ്യാം, അല്ലാതെ നിങ്ങൾക്ക് ടോപ്പായിട്ട് ഇടാൻ പറ്റും കേട്ടോ. എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സാധാരണ ഞാൻ എങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ട് എടുക്കുന്ന വളരെ കുറവാണ്. എനിക്ക് അത്രയും പെട്ടെന്നൊന്നും ഒരു സാധനം ഇഷ്ടപ്പെടത്തില്ല ഏത് കടയിൽ പോയാലും. ഇതിന് 350 റുപ്പീസ് ആയിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ബാർഗെയിൻ ഒന്നും ചെയ്യാൻ ഞാൻ നിന്നില്ല എന്നുള്ള സത്യം.
നല്ല രസമായിരുന്നു കാണാൻ, ക്യൂട്ടായിട്ടുള്ളൊരു ടോപ്പായിരുന്നു. നെക്സ്റ്റ് വന്നിട്ട് ആ സെയിം ഞാനിപ്പോൾ ഫസ്റ്റ് കടയിൽ നിന്ന് ബ്ലാക്ക് ക്രോപ്പ് ടോപ്പ് വാങ്ങിച്ചു. അതിൻ്റെ കുറച്ച് മുന്നിലോട്ട് പോയപ്പോഴാണ് നിങ്ങളെ ഞാൻ ഒരു ജീൻസും വൈറ്റ് ക്രോപ്പ് ടോപ്പും കാണിച്ചത്. അതിൻ്റെ കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പം കാണുന്നൊരു കടയിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു ഈ ഡ്രസ്സ് കേട്ടോ. കാരണം അതൊരു നാരോ സ്പേസാണ്, പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഫുൾ കടകളാണ് കേട്ടോ. ഇതും ഈ പറഞ്ഞ പോലെ കണ്ടു, ട്രൈ പോലും ചെയ്തില്ല കേട്ടോ, കണ്ടു ഇഷ്ടപ്പെട്ടു എടുത്തു, അങ്ങനെ വാങ്ങിച്ചതായിരുന്നു ഇത്. ഇതിൽ നല്ലൊരു ഇതൊരു സ്ട്രാപ്പ് ഡ്രസ്സാണ്, സ്ലീവ്ലെസ് ആണ്, സ്ട്രാപ്പാണ് പോകുന്നത്. ഇങ്ങനത്തെ ഒരു നെക്കാണ് വരുന്നത്, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ആൻഡ് ഇതിൻ്റെ ഫാബ്രിക് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതിൻ്റെ കളറാണ് ഇതിൽ അടിപൊളി, കളർ കാണാൻ നല്ല രസമാണ്. ഇതൊരു കൈൻഡ് ഓഫ് മസ്റ്റർഡ് യെല്ലോയ്ക്കും ലെമൺ യെല്ലോയ്ക്കും ബിറ്റ്വീൻ നിൽക്കുന്നതാണ്. ഒരുപാട് അങ്ങ് കണ്ണ് തെറിച്ചു പോകുന്ന യെല്ലോയും അല്ല, എന്നാൽ ഒത്തിരി ഡീപ്പ് യെല്ലോയും അല്ല. യോക്കട്ട് വരുന്നുണ്ട്. യോക്കട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1, 2, 3 ലെയർ ഓഫ് ഗ്യാദേഴ്സ് ഇങ്ങനെ വരുന്നുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ, ക്യൂട്ടാണ് കാണാൻ, നല്ല യുണീക്ക് കളർ. എൻ്റെ ഇതുപോലത്തെ കളറേ ഇല്ല, ഈ ടൈപ്പ് ഓഫ് കളർ ഒന്നും എൻ്റെ ഇല്ല. ലെങ്ത് ഇത്തിരി കുറവാണ്. എത്ര പേർക്ക് അത് കംഫർട്ടബിൾ ആയിരിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ അങ്ങ് എടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നേ. നല്ല ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സോട്ട്. ഇതിൻ്റെ റേറ്റും 600 ആ ഒരു റേറ്റ് ആയിരുന്നു വന്നേ, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു, അപ്പം ഞാനങ്ങ് വാങ്ങിക്കുക ചെയ്തത്. നെക്സ്റ്റ് വന്നിട്ട് വേറെ കടയിൽ നിന്നാണ്. ഇത് കോൺവെന്റ് ജംഗ്ഷൻ, ബ്രോഡ്വേൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോൾ തന്നെ കോൺവെന്റ് ജംഗ്ഷൻ ഉണ്ട്. എത്ര പേർക്ക് അറിയാമായിരിക്കുമല്ലോ, കുറച്ച് പേർക്കും. കോൺവെന്റ് ജംഗ്ഷനിൽ നിന്ന് വാങ്ങിച്ച ജംപ് സ്യൂട്ടാണ് ഇത് വന്നിട്ട്. കോൺവെന്റ് ജംഗ്ഷൻ്റെ കറക്റ്റ് സ്ഥലം എനിക്കറിയാം. കോൺവെന്റ് ജംഗ്ഷനിൽ ഒരു കടയുണ്ട്, ഹെർ ഡേ എന്ന് പറയുന്നത്. ലൈക്ക് കൈൻഡ് ഓഫ് ഒരു മോൾ, ഒരു ചെറിയൊരു മോള് പോലെ, ചെറിയൊരു ബിൽഡിംഗ് ആണ്, മോളല്ല ചെറിയൊരു ബിൽഡിങ്ങാണ്. അതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ സ്റ്റെയർ താഴെയുണ്ട്. അതിൻ്റെ ഉള്ളിലോട്ട് കഴിഞ്ഞാൽ ഒരുപാട് കടകളാട്ടോ. ഞാൻ ഇത് വാങ്ങിച്ച കടയുടെ പേര് എനിക്ക് ഓർമ്മയുണ്ട്, ഹെർ ഡേ, HER, ഹെർ ഡേ. എന്തോ പേരെനിക്ക് ഓർമ്മ വന്നു, ഹെർ ഡേ എന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ആ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു ഇത് വന്നിട്ട്. ഇതൊരു ജംപ് സ്യൂട്ടാണ്. ഞാൻ ശരിക്കും ജീൻസ് വാങ്ങിക്കാൻ ആ കടയിൽ പോയത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഈ ഒരു ജംപ് സ്യൂട്ട് അവിടെ ഒരു അനാഥപ്രേതം പോലെ കിടക്കുന്നു, ആരും എടുക്കാതെ. അത് നോക്കിയപ്പോൾ രസമുണ്ട്, ചുമ്മാ ട്രയൽ ചെയ്ത് നോക്കാന്ന് വെച്ചപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത് നിങ്ങൾ നോക്കുവാണെങ്കിൽ, എനിക്കറിയില്ല നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന്, നല്ല ഡീപ്പ് വി ഇതിന് വരുന്നത്. യോക്കിൻ്റെ അവിടെ വരെ ഇതിന് വി പോകുന്നുണ്ട്. ബാക്ക് ആണെങ്കിലും ആ സെയിം പോലെ തന്നെ ബാക്കിലും നല്ലൊരു കട്ട് വരുന്നുണ്ട്. ആൻഡ് ഇതിന് ഒരുപാട് ഡീറ്റെയിലിംഗ് പോകുന്ന ഒരു ജംപ് സ്യൂട്ടാട്ടോ ഇത് വന്നിട്ട്. ഇത് സ്ലീവ് നോക്കുകയാണെങ്കിൽ സ്ലീവിൻ്റെ മുകളിലായിട്ട് ചെറിയ പഫ് പോലെ നമുക്ക് ചെറിയൊരു ഗ്യാദേഴ്സ്, ചെറിയൊരു പഫ് കൊടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ എൻഡിലാണെങ്കിൽ 3 ബട്ടൺസ് ഇങ്ങനെ പോകുന്ന ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ക്യാപ് സ്ലീവാണ് വരുന്നത്, പക്ഷേ ഇവിടെ ഇങ്ങനെ ചെറിയൊരു പഫിനെസ്സും താഴെ 3 ബട്ടൺസും കൊടുക്കുമ്പോൾ ഇടുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്. ആൻഡ് ഇതിൻ്റെ യോക്കിലാണെങ്കിൽ ഒരു ചെറിയ ലേസിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് പോകുന്നുണ്ട്. അത് ട്രാൻസ്പെറൻ്റ് ആണ്, ചെറിയൊരു ട്രാൻസ്പെറൻസി പോലെ വരും. ആ ലുക്കാണെങ്കിലും കാണാൻ നല്ല രസം ഇടുമ്പം, ചെറിയ ട്രാൻസ്പെറൻസി അറിയത്തില്ല. ആൻഡ് ബാക്കിലാണെങ്കിലും ഇലാസ്റ്റിക് പോകുന്നുണ്ട്. ഇതിൻ്റെ യോക്കിൻ്റെ പോർഷനിൽ ബാക്കിൽ ഇലാസ്റ്റിക് പോകുന്നുണ്ട്. ഞാനിതിനെ ട്രൈ ചെയ്തിട്ട് നോക്കി, കൊള്ളാം, രസമുണ്ട്. പോക്കറ്റ്സ് ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ വന്നൊരു സന്തോഷം, അയ്യോ അതൊരു വേറെ ലെവലിൽ സന്തോഷമായിരുന്നു. പോക്കറ്റ്സ് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ച് ഇത് ഞാൻ വാങ്ങിക്കുമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചൊരു സാധനമായിട്ട് ഇത് വന്നിട്ട്. നെക്സ്റ്റ് വന്നിട്ടൊരു ജീൻസാണ്. ഇത് ഞാൻ ആ ജംപ് സ്യൂട്ട് വാങ്ങിച്ച സെയിം ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചത്. ശരിക്കും ജീൻസ് വാങ്ങിക്കാൻ പോയപ്പോഴാണ് ഇത് ഞാൻ അവിടെ കണ്ടത്, അപ്പം ഇത് വാങ്ങിച്ചത്. പിന്നെ ഞാൻ ജീൻസ് അവിടെ നിന്ന് എടുത്തതാണ് ഈ ജീൻസ് വന്നിട്ട്. ഇത് നല്ലൊരു ബേജ് കളറാണ്, യൂണീക്ക് കളർ, എൻ്റെ കയ്യിൽ ഇല്ലാത്തൊരു കളറാണ്. അപ്പം അങ്ങനെ വാങ്ങിച്ചതാണ്. പക്ഷെ അത് മാത്രമല്ല ഇത് വാങ്ങിക്കാനുള്ള റീസൺ വന്നിട്ട് ഇതിൻ്റെ ഫിറ്റിംഗ് ഈസ് പെർഫെക്റ്റ്. ഫിറ്റിംഗ് ഞാൻ എപ്പോഴും ജീൻസിൽ നോക്കുന്ന, ഇതിനൊരു H&M ജീൻസിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ട്. ബ്രാൻഡ് അവരെന്തായാലും കീറി കളഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കറിയത്തില്ല. പക്ഷെ ഫിറ്റും ഫീലിങ്ങും എനിക്കൊരു ഹൈ എൻഡ് ബ്രാൻഡിൻ്റെ ഒരു ഫീല് തരുന്നുണ്ട്. ഹൈ എൻഡ് എന്ന് വെച്ചാൽ ഒരു 1000+ റേറ്റ് വരുന്ന ഒരു ജീൻസിൻ്റെ ഫീല് തരുന്നുണ്ടായിരുന്നു. ആൻഡ് ലുക്കും അത്രയും നല്ലതായിരുന്നു. നല്ലൊരു ബേജ് കളറാണ് കേട്ടോ. ലുക്ക് അറ്റ് ദ കളർ, ലൈക്ക് എനിക്ക് എൻ്റെ കയ്യിൽ ഇല്ല ഈ ഒരു കളർ, ഞാൻ അങ്ങനെ വാങ്ങിച്ചത്. പക്ഷേ ഈ ജീൻസ് ഇതുവരെ ഇട്ടിട്ടില്ല, കുറേ നാളായി വാങ്ങിച്ചിട്ട്, ഇത് ഇതുവരെ ഇട്ടിട്ടില്ല എന്നുള്ളത് സത്യം. ഇതിന് 900 ആയിരുന്നേ റേറ്റ് വന്നത്, 900 ആയിരുന്നു. ഞാൻ ബാർഗെയിൻ ചെയ്യാൻ നിന്നില്ല, 900 തന്നെ വാങ്ങിച്ചു, കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടു, അങ്ങനെ വാങ്ങിച്ചതായിരുന്നു. അപ്പം യെസ്, ഇതായിരുന്നു നമ്മളുടെ അടുത്ത പർച്ചേസ്. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ കോൺവെന്റ് ജംഗ്ഷനിൽ തന്നെയുള്ള ഹെർ ഡേ എന്ന് ഞാൻ, അതായത് ഈ 2 സാധനങ്ങൾ വാങ്ങിച്ചില്ലേ, ഈ 2 സാധനങ്ങൾ വാങ്ങിച്ച കടയുടെ തൊട്ടടുത്ത കടയാണ് കേട്ടോ അത്. പക്ഷെ അതിൻ്റെ പേര് എൻ്റെ നാക്കിൻ്റെ തുമ്പത്തുണ്ട്, പക്ഷെ എനിക്ക് വരുന്നില്ല. ഇതിങ്ങനെ നല്ല ഫ്ലോറൽ വരുന്ന ഒരു ബേജ് കളറിൽ ഒരു കളർഫുൾ ഫ്ലോറൽ പോകുന്ന ഒരു ഷർട്ടും അതിൻ്റെ ഉള്ളിൽ തന്നെ വരുന്ന ഒരു ക്രോപ്പ് ടോപ്പുമാണ് ഇത് വന്നിട്ട്.
ലൈക്ക് ഇത് ക്രോപ്പ് ടോപ്പ് പോലെ ഇടാം, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ പുറത്തുനിന്ന് ഈ ഷർട്ടും ഇടാം. രണ്ടും സെപ്പറേറ്റ് പീസാണ്, രണ്ടും സെപ്പറേറ്റ് ആണ്. നമുക്ക് രണ്ടും രണ്ട് രീതിയിൽ സ്റ്റൈൽ ചെയ്യുകയൊക്കെ ചെയ്യാം. ആൻഡ് ഇതിലിങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് ക്രോപ്പ് ടോപ്പ് ആണ്, പക്ഷേ ഇതിലിങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ബട്ടൺ ഡീറ്റെയിൽസ് പോകുന്നുണ്ട്. പക്ഷെ അത് ഷോ ബട്ടൺ ആണ്, നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഷർട്ടാണ്, നല്ലൊരു പ്രിന്റ് വരുന്നത്. എന്നാൽ പ്രിന്റ് സെറ്റിലാണ്, നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ, നല്ല രസമാണ് കാണാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ റേറ്റ് എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല, 300 400 എന്തോ ആയിരുന്നു. പക്ഷെ 2 പീസ് കിട്ടുന്നുണ്ട്, ഒരുപാട് രീതിയിൽ സ്റ്റൈൽ ചെയ്യാൻ പറ്റും, ക്വാളിറ്റി നല്ലതായിരുന്നു. സോ യെസ്, സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ ബ്രോഡ്വേ പോയപ്പോൾ വാങ്ങിച്ച കുറച്ച് സാധനങ്ങളാണ് ഇന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നെ. നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പീസ് ഏതാണുള്ള താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കടകൾ, എനിക്കറിയാം ഒരുപാട് പേര് ബ്രോഡ്വേ പോയി പർച്ചേസ് ചെയ്യുന്നവരുണ്ട്. അപ്പം ആ ബ്രോഡ്വേൻ്റെ ഉള്ളിൽ അഫോർഡബിൾ ആയിട്ട് വേറെ ഏതെങ്കിലും കടകളുണ്ടോ എന്നുള്ളതും കൂടെ താഴെ കമൻറ്റ് ബോക്സിൽ എൻ്റെ അടുത്ത് പറയാം. നെക്സ്റ്റ് ടൈം ഞാൻ അവിടെ പോയി പർച്ചേസ് ചെയ്യുന്നതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ട്, ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലൂടെ ഫോളോ ചെയ്യുക. ഇൻസ്റ്റഗ്രാം ID വന്നിട്ട് ആർദ്ര ജയനാരൻ തന്നെയാണ്. ഞാൻ അവിടെയും കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ ഇടാറുണ്ട്. അപ്പോൾ ഡു ഫോളോ മീ ഓൺ ഇൻസ്റ്റഗ്രാം. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ടേക്ക് കെയർ, ബൈ.